യെസ്, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ തുടങ്ങിയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ? ഇന്നത്തെ ഒരു ദിനം എങ്ങനെ ഉണ്ടായിരുന്നു? ഒപ്പം പ്രധാനപ്പെട്ട വാർത്തകൾ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും വാർത്തകളൊക്കെയുമായി അടുത്ത ഒരു മണിക്കൂർ നേരം നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് അല്ലേ? എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. കേരളത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിന്റെ ദിവസമായിരുന്നു. ഇതുൾപ്പെടെയുള്ള വിശദമായ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. You are watching 24 from News Headquarters, Kochi. വിഴിഞ്ഞത്ത് വികസനത്തിന്റെ സൈറൺ. 2000 കണ്ടെയ്നറുകളുമായി ആദ്യ മദർഷിപ്പ് തുറമുഖത്തെത്തി. ട്രയൽ റൺ ഉദ്ഘാടനം നാളെ. ചടങ്ങിലേക്ക് UDF-നെ ക്ഷണിച്ചില്ലെന്ന ആരോപണം തള്ളി മന്ത്രി VN വാസവൻ. പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി തർക്കം. സ്വപ്നം തീരമണയുന്നുവെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം UDF-ന്റെ കുഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ്. നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ UDF പ്രതിഷേധം. സംസ്ഥാനത്ത് 2 പനിമരണം കൂടി. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും മരിച്ചു. പനി ബാധിച്ച് പുതിയതായി ചികിത്സ തേടിയത് 13,196 പേർ. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കൂടി കോളറ. നെയ്യാറ്റിൻകരയിലെ രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനായില്ല. കളമശ്ശേരി നഗരസഭയിൽ ഡെങ്കിപ്പനി വ്യാപനം. വരുമാന വർധനവിന് വഴി തേടി സർക്കാർ. ഫീസുകൾ പരിഷ്കരിക്കാൻ ആലോചന. വിദ്യാർത്ഥികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും തീരുമാനം ബാധകമാവില്ല. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് മന്ത്രിസഭാ ഉപസമിതി. ധന റവന്യൂ മന്ത്രിമാർ സ്ഥിരാംഗങ്ങൾ. മിൽമയിൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള വർധനയ്ക്ക് അംഗീകാരം. തമിഴ്നാട് പുതുക്കോട്ടയിൽ ഗുണ്ടയെ ഏറ്റുമുട്ടലിനിടെ വധിച്ച പോലീസ്. കൊല്ലപ്പെട്ടത് തിരുച്ചിറപ്പള്ളി സ്വദേശി ദുരൈസ്വാമി. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയെന്ന പോലീസ്. ഏറ്റുമുട്ടലുണ്ടായത് പുതുക്കോട്ടയിലെ വമ്പൻ വനമേഖലയിൽ. ഒരു പോലീസുകാരനും പരുക്ക്. പാലക്കാട് മണ്ണാർക്കാട് കച്ചേരിപ്പറമ്പിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ കാട്ടാന ആക്രമിച്ചു. കുത്തേറ്റ തിരുവിഴാങ്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ ചികിത്സയിൽ. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് CAG റിപ്പോർട്ട്. നഷ്ടപരിഹാരം നൽകുന്നതിൽ കാലതാമസമുണ്ടായെന്നും വിമർശനം. മലപ്പുറം തിരൂരങ്ങാടിയിലെ വ്യാജ RC നിർമ്മാണത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. കരുമാങ്കല്ല് സ്വദേശി നയീം, ഉള്ളളം സ്വദേശി നിസാർ, ചെട്ടിപ്പടി സ്വദേശി ഫൈജാസ് എന്നിവരാണ് പിടിയിലായത്. തിരൂരങ്ങാടി പോലീസ് ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും. വ്യാജ RC നിർമ്മാണ വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ഇംപാക്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തൃശൂർ മേയറെ കടന്നാക്രമിച്ചു VS സുനിൽകുമാർ. MK വർഗീസ് BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്ന ആരോപണം. LDF-ന്റെ വിജയത്തിനായി പ്രവർത്തിച്ചില്ലെന്നും വിമർശനം. മേയർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ MP. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. മലപ്പുറത്ത് 120-ഉം കാസർഗോഡ് 18-ഉം താൽക്കാലിക അധിക ബാച്ച് അനുവദിച്ചു. സ്വാഗതം ചെയ്ത പ്രതിപക്ഷം. ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് VD സതീശൻ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദന് 1ാം റാങ്ക്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 53,340 വിദ്യാർത്ഥികൾ. കണ്ണൂരിൽ അമേരിക്കൻ യുവതിയെ പീഡിപ്പിച്ചു. അതിക്രമത്തിന് ഇരയായത് കളരി പഠിക്കാൻ വന്ന US വനിത. കളരി ഗുരുക്കൾ തോട്ടട സ്വദേശി K സുജിത്ത് പിടിയിൽ. പ്രതിയെ റിമാൻഡ് ചെയ്തു. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അത് ഒന്നിന് പിറകെ ഒന്നായി പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി വിശദമായ ചില റിപ്പോർട്ടുകൾ കൂടി ബാക്കിയുണ്ട്. നേരത്തെ പ്രവിത പറഞ്ഞതുപോലെ ഇന്നൊരു വലിയ പ്രതീക്ഷയുടെ സ്വപ്നത്തിന്റെയൊക്കെ ഒരു ദിവസമാണ്. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി അത് യാഥാർത്ഥ്യമാവുന്നു. അതിനായി മദർഷിപ്പ് ഇന്ന് വരികയും അത് ബർത്തി നടത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം. അതെ, പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ മദർഷിപ്പ് അടുത്തു. ലോകത്തിലെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ടോടുകൂടിയാണ് തുറമുഖത്തേക്ക് സ്വീകരിച്ചത്. ബർത്തിംഗ് പൂർത്തിയാക്കി കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇപ്പോഴും ഇറക്കുകയാണ്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി.
കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി രാവിലെ 7 മണിയോടെ സാൻ ഫെർണാണ്ടോ കേരളത്തിന്റെ കണ്ണിൽ തെളിഞ്ഞു. വിഴിഞ്ഞത്ത് നിന്ന് സാൻ ഫെർണാണ്ടോയെ ടഗ് ഷിപ്പുകൾ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. തുറമുഖമന്ത്രി VN വാസവൻ ബർത്തിങ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ടഗ് ബോട്ടുകൾ ചേർന്ന് സാൻ ഫെർണാണ്ടോയുടെ ബർത്തിങ് യാഥാർത്ഥ്യമാക്കി. 11:30 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 12:15 ആദ്യ കണ്ടെയ്നറിനെ ക്രെയിൻ ഉയർത്തി യാർഡിലെത്തിച്ചു. ഓരോ ക്രെയിനുകളുടെയും പ്രവർത്തനശേഷി പരിശോധിച്ചു വരികയാണ്. ഇന്ന് മുഴുവൻ തുടരുന്ന അൺലോഡിംഗ് നാളെയോടെ അവസാനിപ്പിക്കും. ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനു ശേഷം നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ 2 ഫീഡർ കപ്പലുകൾ തുറമുഖത്തെത്തും. തുറമുഖത്തിറക്കിയ ചരക്കുകൾ ഫീഡർ കപ്പലുകൾ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ എത്തിക്കും. അടുത്ത 2 മാസം മദർഷിപ്പുകൾ ഉൾപ്പെടെ വന്നുപോകും. സെപ്റ്റംബറിൽ തുറമുഖം കമ്മീഷനിംഗ് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്തെ ആദ്യ മദർ പോർട്ടായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. വരും ദിവസങ്ങളിലും കൂറ്റൻ മദർഷിപ്പുകൾ തുറമുഖത്തേക്ക് അടുക്കും. കേരളത്തിലാകട്ടെ വികസനത്തിന്റെ പുതിയ വാതിൽ തുറന്നിടുന്നു വിഴിഞ്ഞം തുറമുഖം. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വാർത്ത കൂടിയാണിത്. അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഭൂപടത്തിലിടം പിടിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷെ എന്നൊക്കെ വിഴിഞ്ഞം എന്ന് പറയുന്ന പേരുണ്ടോ അപ്പോഴൊക്കെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ മദർഷിപ്പ് വന്നു, അപ്പോഴും ആ വിവാദം അടങ്ങുന്നില്ല. പുതിയ വിവാദം വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതെ, ഇപ്പോഴത്തെ പ്രശ്നം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയാണ്. രാഷ്ട്രീയ പോര് തുടരുകയാണ്. സ്വപ്നം തീരമണയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. എന്തായാലും തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വാക്പോര് പുതുതായി ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ട്. അതിൽ തുടർ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് സ്വപ്നം തീരമണയുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കപ്പൽ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ വികസന വീക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ ഒരു അനുഗ്രഹീതമായ ഘടകം, അതിൻ്റെ സൗന്ദര്യവും സൗകര്യവും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളതാണ്. സ്വീകരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെതിരെ UDF നേതാക്കൾ രംഗത്തെത്തി. ക്രെഡിറ്റ് UDFന് പോകുമെന്ന ഭയം കൊണ്ടാണ് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തുന്നത് എന്ന് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. ഉമ്മൻചാണ്ടി എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ് നാളെ അവിടെ കപ്പലെടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല. അത് അവരുടെ ഔചിത്യം, അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അവർ ധരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് UDFന് കൂടി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടത് സാമാന്യ മര്യാദയായിരുന്നെന്ന് രമേശ് ചെന്നിത്തല. ചടങ്ങ് UDF ബഹിഷ്കരിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് UDF കൺവീനർ MM ഹസൻ. അക്ഷരാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. UDF സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും ശ്രീ ശശി തരൂരുമെല്ലാം അവിടെ പരാമർശിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് J. നെറ്റോ പങ്കെടുക്കില്ല. എറണാകുളത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുണ്ടെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. അപ്പോൾ ഏതായാലും ഈ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു വിവാദമുള്ളത്. അതിലേക്ക് UDFനെ ക്ഷണിച്ചില്ല എന്ന് പറയുന്ന ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുന്നു. പക്ഷെ അത് വാസ്തവവിരുദ്ധമാണ് എന്ന് തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുകയാണ്. ട്രയൽ റൺ സമയത്ത് പ്രദേശത്തെ ജനപ്രതിനിധികളെ മാത്രമാണ് ക്ഷണിച്ചത്. കമ്മീഷൻ ചെയ്യുമ്പോൾ എല്ലാവരെയും ക്ഷണിക്കും. തുറമുഖത്തിന് ആരുടെ പേരിടണമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും VN വാസവൻ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ സർക്കാർ അതിനെ ആ പ്രശ്നത്തെ ഒന്ന് ലൈറ്റാക്കി ആ പ്രശ്നം അവിടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. നിലവിൽ
ഈ പറയുന്ന എന്താണ് പറയുക ട്രയൽ റൺ അത്ര വലിയ ചടങ്ങല്ല. അതിലേക്ക് ജനപ്രതിനിധികൾ പ്രാദേശികമായുള്ള ആൾക്കാർ മാത്രമാണ് ഉണ്ടാവുക. പിന്നീട് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാകും എന്ന് പറഞ്ഞ് അവിടെ മന്ത്രി ആ വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി മറ്റു ചില വാർത്തകൾ എന്താണെന്ന് കൂടി പരിശോധിക്കാം. നമുക്കിനി കുറച്ച് നെഗറ്റീവ് വാർത്തകൾ, അതായത് അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ പരിശോധിക്കാനുള്ള സമയമാണ്. അലോസര വാർത്തകളിലേക്ക്. മഴക്കെടുതിയിൽ വലഞ്ഞ് ഉത്തർപ്രദേശ്, മരണം 30. കനൌജ്, പ്രയാഗ്രാജ് തുടങ്ങിയ 12 ജില്ലകളിൽ പ്രളയസമാന സാഹചര്യം. 100-ലധികം ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളക്കെട്ടിൽ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരും. തെരുവുനായുടെ ആക്രമണത്തിൽ 6 വയസ്സുകാരന് ഗുരുതര പരുക്ക്. സംഭവം പാലക്കാട് കടാങ്കോട് അക്ഷര നഗറിൽ. ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിൽ. ആക്രമണത്തിന് നടക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. അപ്പോൾ അതോടൊപ്പം സംസ്ഥാനത്തെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മഴയ്ക്ക് ശേഷമുള്ള പനി തന്നെയാണ്. എല്ലാ ദിവസവും പനി കേസുകളുണ്ട്, പുതിയ കേസുകൾ വരുന്നു. ഡെങ്കി ആണെങ്കിലും കോളറയാണെങ്കിലും പുതിയ കേസുകൾ വരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ മറ്റൊരു ആശങ്ക. അതെ, 2 പേർ കൂടി പനി ബാധിച്ച് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും മരിച്ചു. പ്രതിദിന പനി ബാധിതർ 13,000-ന് മുകളിലാണ് എന്നത് നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 7 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന്. തിരുവനന്തപുരം ജില്ലയിൽ 5 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 7ആയി. ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലുള്ള 3 പേരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 2 പേരുമാണ് ഇന്ന് കോളറ പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 21 പേരിൽ ഇനിയും പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അതേസമയം നെയ്യാറ്റിങ്കരയിലെ കെയർ ഹോമിലുണ്ടായ കോളറ വ്യാപനത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. നോർത്ത് കളമശ്ശേരി സ്വദേശി ഇബ്രാഹിം ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. അതിനിടെ പകർച്ചപ്പനി പ്രതിരോധം പാളിയെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിൽ LDF പ്രതിഷേധം നടത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. ആശുപത്രിയിൽ കഴിയുന്ന 14-കാരന് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെ നൽകിയാണ് ചികിത്സ. ഒരാഴ്ചത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കുട്ടിക്ക് ആശുപത്രി വിടാനാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അപ്പോൾ പനി മാത്രമല്ല, അതിനൊപ്പം ഡെങ്കി, കോളറ, പകർച്ചവ്യാധികളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എല്ലാ മഴക്കാലത്തും ഇങ്ങനെ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നുണ്ട്. അതിങ്ങനെ പടർന്നു പിടിക്കുന്നതാണ് വലിയ ആശങ്കയാവുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? പ്രത്യേകിച്ചും പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കോളറ ഒരു വലിയ ആശങ്കയാവുമ്പോൾ എന്താണ് കോളറ, അതെങ്ങനെ തടയാം? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് അതെ, നമ്മളോട് ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരികയാണ് ഈ അസുഖങ്ങളെക്കുറിച്ചും ഒപ്പം അതിൻ്റെ പ്രതിരോധ മാർഗവുമെല്ലാം. ഡോക്ടർ കോളറ എന്ന് പറയുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഛർദി അതിസാര വയറിളക്ക രോഗമാണ്. ഇത് ബാക്കി വയറിളക്ക രോഗങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തീവ്രതയാണ്. അതായത് ഇത് റൈസ് വാട്ടർ സ്റ്റൂൾസ് എന്നാ പറയുക. അതായത് കഞ്ഞിവെള്ളം പോലെ വളരെ ഹൈ റേറ്റിലാണ് ഇതിന്റെ വയറിളക്കം ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഛർദി ഉണ്ടാവുന്നതും. തൽഫലമായിട്ട് രോഗി പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും നിർജ്ജലീകരണം സംഭവിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലെ ധാതുലവണങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ് പോലെയുള്ള ധാതുലവണങ്ങളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും അത് പലപ്പോഴും ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. അതായത് വെള്ളം കുടിക്കുക, ORS ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ കൊടുക്കുക, ആവശ്യമാണെങ്കിൽ IV ഡ്രിപ്പ് ഇട്ടിട്ട് നമുക്ക് ഗ്ലൂക്കോസ് കയറ്റുക എന്നീ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതും ഇതിന്റെ ആന്റിബയോട്ടിക് പെട്ടെന്ന് തന്നെ തുടങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ്. സോ പെട്ടെന്ന് ഈ കേസ് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇതിന്റെ പ്രിവെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പടരുന്നത് മലിനമായ ജലം അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സോഴ്സ് ഏതെങ്കിലും രീതിയിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അതുപോലെ മലിനമായിട്ടുള്ള ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ട്. സോ മെയിനായിട്ട് നമ്മൾ ഇതിന് പ്രിവെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. മലിനമായിട്ടുള്ള, അതായത് ഭക്ഷണവും വെള്ളവും നമ്മൾ ശുചിത്വമുള്ളതാണ് കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ കോളറ പോലെയുള്ള അത് ഏത് വയറിളക്ക രോഗങ്ങളും ആയിക്കോട്ടെ അത് നമുക്ക് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. യെസ്, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, കുടിക്കുന്ന വെള്ളം
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല അണുബാധ ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരുന്നതും വെള്ളത്തിലൂടെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുടിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം പറഞ്ഞല്ലോ, അതിൽ ഈ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് അത്തരം അമീബകൾ ഉണ്ടാകുന്നത്. അതാണ് മസ്തിഷ്ക ജ്വരം വരാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശ്രദ്ധ ഈ സമയത്ത് ആവശ്യമാണ്. കുട്ടികളെ വെറുതെ രീതിയിൽ പുറത്തേക്ക് നമ്മൾ കുളിക്കാനോ ഒക്കെ ഒന്നും വിടാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫിൽറ്റേർഡ് വെള്ളം ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സമയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും നല്ലത്. യെസ്. അപ്പോൾ നമ്മൾ കമൻസിലേക്ക് വരാം. നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം നിങ്ങളുടെ കമൻസുകൾ വായിക്കാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കമൻസിലേക്ക് പോവുകയാണ്. ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട് പാട്ടിനെ കുറിച്ച്, നല്ല പാട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാടിയ പാട്ടുകളൊക്കെ യൂട്യൂബിലും അതോടൊപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ കമൻസ് കാണുന്നത് പല ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് പാടുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഒരിക്കലും അങ്ങനെയല്ല, ലൈവായിട്ട് തന്നെയാണ് പാടുന്നത്. ഒരു പക്ഷേ ഇത്രയും സൂത്തിങ് ആയിട്ട് വളരെ ശ്രവണസുഖിതമായി നിങ്ങൾക്കത് എത്തിച്ചേരുന്നത് നമ്മുടെ ഓഡിയോ ടീമാണ്. ഒരു മികച്ച ഓഡിയോ എഞ്ചിനീയേഴ്സിൻ്റെ ടീം തന്നെ 24-ലും ഫ്ലവേഴ്സിലുണ്ട്. ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഡിയോ എഞ്ചിനീയേഴ്സിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് ബാക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെയൊക്കെ ഒരു കഴിവാണ് അത്രയും നല്ല രീതിയിൽ ഔട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിനന്ദനങ്ങളെല്ലാം അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. പിന്നെ ചിലപ്പോൾ ലിപ്സിങ്ങിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. നമ്മുടെ ഒരു ഗ്രാഫിക്സിന്റെ ഒക്കെ ഒരു ചെറിയ ടെക്നിക്കൽ കാര്യമാണ് അല്ലേ, അതെ പരിഹരിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഷൈനി പറയുന്നുണ്ട് ഹായ് പ്രജന്റ് പ്രവീൺ നമസ്കാരം, ഇന്ന് ഞാൻ താമസിച്ചു പോയി എന്ന് പറയുന്നു. ഓക്കെ, അതോടൊപ്പം അരുൺ ജി മുട്ടട പറഞ്ഞു പ്രാപ്രായുടെ ഡയറക്ടർ ശ്രീലക്ഷ്മി ഈ മെസ്സേജ് കാണുന്നുവെങ്കിൽ ദയവായി പ്രേക്ഷകർ അയക്കുന്ന സന്ദേശങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം നൽകിയാൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, രവികുമാർ പറയുന്നു പ്രവിത ആശാ ഭോസ്ലെ പാടിയ ഒരു മലയാള ഗാനം പാടണം എന്ന് പറയുന്നുണ്ട്. ഷമി സുലൈമാൻ പറയുന്നു പ്രജുൻ ആൻഡ് പ്രവിത ഞാൻ 2 ദിവസമായി പറയുന്നു ജയന്റെ അങ്ങാടിയിലെ പാട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ ഒന്ന് പാടാൻ, എന്തെങ്കിലും ഒന്ന് പാടുമോ? തീർച്ചയായിട്ടും അത് പാടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രമോദ് ചക്കാലയിൽ പറയുന്നു ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത, പരിപാടി അടിപൊളിയാണ്. എൻ്റെ പെങ്ങളുടെ മകൻ ഷാരോണിന്റെ പിറന്നാളാണ് ഇന്നൊന്ന് വിഷ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഷാരോൺ മോന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, കണ്ണൻ താഴത്ത് പറയുന്നുണ്ട് നമ്മുടെ ഫ്ലവേഴ്സിൽ 1 കോടി എസ്കേൻ സാർ അവതരിപ്പിക്കുന്ന 1 കോടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ പതിവ് ആളുകളെ ഒന്നും കാണുന്നില്ല, അവരൊക്കെ 1 കോടിയിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. രാജു ചാക്കോയുടെ ഒരു കമന്റ് വരുന്നു, നിങ്ങൾ പാട്ട് ഒന്നുകൂടി ഒന്ന് പാടാമോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ പാടിയ പാട്ടാണോ എന്നറിയില്ല. അപ്പൊ അരുൺ പറയുന്നു മെയ് മാസം എന്ന തമിഴ് സിനിമയിൽ AR റഹ്മാൻ സംഗീതം നൽകിയ മാർഗഴി പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാർഗഴിപ്പൂവേ മാർഗഴിപ്പൂവേ ഉൻമടി മേലേ ഒരിടം വേണ്ടും മാർഗഴിപ്പൂവേ മാർഗഴിപ്പൂവേ ഉൻമടി മേലേ ഒരിടം വേണ്ടും. അപ്പോൾ സന്തോഷമായി കാണുന്നത്. നേരത്തെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൈവ് നല്ല രസമുണ്ടായിരുന്നു. ഷഫീദ് റാവുത്തറും സാൻ ഫെർണാണ്ടോയും ഒന്നിച്ചു വന്ന ആ ഒരു സീൻ, ആഹാ എന്ത് ഭംഗിയായിരുന്നു കാണാൻ എന്ന് ലേഖ ജെയിൻ പറഞ്ഞു. ഷഫീദിനുള്ള കോംപ്ലിമെന്റ് ആണ് ഫ്രം ലേഖ ജെയിൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദി കോംപ്ലിമെന്റ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ അറിയിച്ചുകൊണ്ടിരിക്കുക. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു അതിഥിയിലേക്ക് പോകുന്നു. ഇന്നത്തെ ആദ്യത്തെ അതിഥിയാണ് പ്രേക്ഷക ഫ്രം ദുബായ്, ആൻസി. ഹായ് ആൻസി. ആൻസി എവിടെ വരട്ടെ. ഹായ് ആൻസി. ഹലോ. എന്ത് ചെയ്യുന്നു? ഫൈൻ ഫൈൻ. നാട്ടിൽ എവിടെയാണ് ആൻസി? ഞാൻ നാട്ടിൽ കൊല്ലത്താണ്. ദുബായിൽ എന്ത് ചെയ്യുന്നു? ദുബായിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അലൈനിലാണ് ഞങ്ങള്. അലൈനിലാണ്. അലൈൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണല്ലോ. ഗാർഡൻ സിറ്റി. അതെ, ഇപ്പം അത്ര ചൂട് എനിക്ക് തോന്നുന്നു മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് ലൈനിൽ അത്ര അധികം ചൂട് അനുഭവപ്പെടാറില്ല എന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥ? ഇവിടെ 48 എബോ ഉണ്ട്. നമുക്ക് പക്ഷെ അറിയില്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ. ഇപ്പൊ എവിടെയുള്ളത്? വർക്കിംഗ് സ്പേസിലാണോ? അല്ല, വീട്ടിലാണ്. ആഹാ, ഓക്കെ. ഇപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണോ? ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ എന്റെ അമ്മയും ആന്റിയും ഉണ്ട്. എല്ലാവരും അലൈനിലുണ്ട്. അമ്മ, ആന്റി, ഹായ്. അമ്മയ്ക്കും ആന്റിക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ഷോ കാണാണല്ലോ. ആഹാ, താങ്ക് യു. അമ്മയെ ഞാൻ ഏഷ്യാനെറ്റിൽ 24ലേക്ക് ആക്കിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും കാണണം. പറഞ്ഞോളൂ.
ഇന്നൊരു മെമ്മറബിൾ ഡേ ആണ്. എന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 6 years ആയി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഹാപ്പി ഡേ അല്ലേ എൻവയോൺമെന്റ്. അതെ. അപ്പൊ ആ ഹാപ്പി ഡേ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി. കേട്ടോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു പനി മാറി, ചുമ മാറിയിട്ടില്ല. ചുമ മാറാൻ കുറച്ച് സമയം എടുക്കും. നാട്ടിലേക്ക് ഇനി എപ്പോഴാണ്? നാട്ടില് ഒക്ടോബറിൽ വരും. ഒക്ടോബറിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരും, അങ്ങനെയാണോ പ്ലാൻ? ഇല്ല, മക്കളൊക്കെ നാട്ടിലാണ്. നാട്ടില് സ്കൂളിൽ പഠിക്കുകയാണ്. എന്താ മക്കളുടെ പേര്? മക്കളുടെ പേര് ആൻമേരി, അന്ന മേരി, ആൻഡ്രിയ മേരി. എല്ലാവരും ഇപ്പൊ ഒരുപക്ഷെ കാണുന്നുണ്ടാവും കേട്ടോ. ഏത് ക്ലാസ്സിലാണെന്നും കൂടി പറയോ അവര്? 9th, 5th, 3rd. ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ കാണുന്നുണ്ടാവും. ആൻസിയും കുടുംബത്തെയും കാണുന്നുണ്ടാവും, അമ്മമാരെയും ആന്റിയും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ സ്ക്രീനിലൂടെ പറയാം. വിഷസ്. എന്താ പറയാ, ഇന്ന് കപ്പൽ വന്ന ദിവസമല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് വികസനം വരാനിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നിക്ഷേപം വരാനിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ആന്റി നന്നായിട്ട് ന്യൂസ് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ആൻസി പുതിയ വീട് വെച്ച് 6 years ആവുന്നു. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് പറയുന്നു. വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും തുടർന്നും ഷോ കാണുക. 2 അമ്മമാരോടും പറയുന്നു, ഷോ മുടങ്ങാതെ കാണണം കേട്ടോ. നിങ്ങളെ രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പൊ ശരി, കാണാം. ബൈ. ആൻസിയാണ് ദുബായിൽ നിന്ന് വിളിച്ചത്. ആൻസി ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനാണ് വിളിച്ചത്. 6 വർഷങ്ങൾ തികഞ്ഞു ഒരു വീട് വെച്ചിട്ട്. അപ്പം വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും. അപ്പൊ എന്തായാലും ആ സന്തോഷം കൂടി പ്രേക്ഷകരുമായി ആൻസി പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം. അത് ഒരു ഹാപ്പിയാണ് അല്ലേ? നമ്മൾ ഇപ്പോ രാത്രി ഈ സമയത്ത് സന്തോഷം പങ്കുവെക്കുന്നതാണല്ലോ. അതെ. അപ്പൊ നമുക്ക് അങ്ങനെ സമാധാനത്തോടു കൂടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇനി ഗുഡ് നൈറ്റ് ഷോ പറയാൻ വേണ്ടി പോകുന്നത്. ഏത് ജില്ലയിലേക്കാണ് പോകുന്നത്? സ്വാഭാവികമായിട്ടും ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. ബാക്കി സ്റ്റോറിയിലുണ്ട്. ആലപ്പുഴയിൽ ആളുകൾ സമാധാനം തേടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഏത് സമയത്തും മനസ്സിന് കുളിർമ നൽകുന്ന, കായൽ കാറ്റ് വീശിയടിക്കുന്ന വേമ്പനാട്ട് കായൽ തീരത്തെ തണ്ണീർമുക്കം. പണ്ട് ഇരുട്ടടഞ്ഞ് കിടന്ന തണ്ണീർമുക്കം ബണ്ട് റോഡിൽ ഇന്ന് രാത്രികൾ സജീവമാണ്. നോക്കാം. പുലർകാലവും പകലും സായാഹ്നവും രാത്രിയും, അങ്ങനെ ഏത് സമയത്തും ഏത് കാലത്തും തണ്ണീർമുക്കം പോലെ ഇത്ര മനോഹരമായ ഒരു കായലോര ഗ്രാമം മറ്റൊന്നുണ്ടാവില്ല. അതിൻ്റെ ആട ആഭരണം പോലെ മാറ്റുകൂട്ടുന്നത് ഈ തണ്ണീർമുക്കം ബണ്ടാണ്. 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, അതിൻ്റെ കുറുകെ ആലപ്പുഴ, കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടും റോഡും. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി 1975 നിർമ്മാണം പൂർത്തിയാക്കിയതാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ടിലെത്തിയാൽ കായൽക്കാറ്റ് വീശിയടിക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലോര ഗ്രാമങ്ങൾ. എത്ര നോക്കിയിരുന്നാലും കായലും കായൽ ഭംഗിയും കണ്ടുതീരില്ല. നല്ലൊരു സ്ഥലമാണ്, കാരണം നല്ല കാറ്റും നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ, ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ ആളുകൾ പോകാൻ മടിച്ചിരുന്ന ഇടം, എന്നാൽ പുതിയ വെളിച്ചത്തിൽ രാത്രികൾ സജീവമായി. പഴയ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാർ ചരിത്രം പറയുന്നുണ്ട്, ഈ കപ്പലോടിച്ച് മണ്ണ് കൂനിയ ഒരു പാതിരാളെന്ന് പറഞ്ഞ സാധനം കാണുന്നു. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ ഈ ഒരു ആംബിയൻസ് ആണ്, പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഉണ്ടാവും, അതുപോലെ ചായ കുടിക്കും, അതുപോലെ കുറേ ആൾക്കാരൊക്കെ വരും. ദൂരെ മത്സ്യബന്ധനത്തിന്റെ പൊട്ടുവെളിച്ചങ്ങൾ, നിലാവിൽ തിളങ്ങുന്ന കായലോളങ്ങൾ, ചൂണ്ടയും ചീനവലയും കക്കവാരലുമൊക്കെയായി സജീവമായ ഉൾനാടൻ മത്സ്യബന്ധനം. ഇവിടെ വേറെ എല്ലാ മീനും കിട്ടും, അതിവിടെ വിൽക്കുന്നേ ഉള്ളൂ. അത് വിറ്റ് ആൾക്കാർ ഓരോ പെട്ടിയിൽ കൊടുക്കുകയുള്ളൂ. ബണ്ടിനു നടുവിൽ ഇരുവശങ്ങളിലുമായി തുരുത്തുകളുണ്ട്. അവിടെ രാത്രികാലങ്ങളിലടക്കം ഉണർന്നിരിക്കുന്ന ചായ്വാലകളും മറ്റു കച്ചവടക്കാരും. മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും വൈകുന്നേരം കൂട്ടുകാരായിട്ട് സംസാരിക്കാനൊക്കെ നല്ല ആംബിയൻസ് ആണ്. ആകെയുള്ള ദുരിതം കുണ്ടും കുഴിയും നിറഞ്ഞ ബണ്ട് റോഡാണ്.
എങ്കിലും ഒന്ന് ഉഷാറാകാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഈ കായലും കാഴ്ചകളും മാത്രമല്ല, നല്ല പച്ച മീനും കക്കയിറച്ചിയും കിട്ടും. അപ്പോൾ നാളെ ഒന്ന് കുശാലാക്കാൻ ഞാനും കുറച്ച് കക്കയിറച്ചി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ശുഭരാത്രി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പ്രസിഡന്റ്, ഒരു കാലത്ത് ഞാൻ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോകുന്നത് ഈ തണ്ണീർമുക്കം ബണ്ട് വഴിയായിരുന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മകളൊക്കെ വന്നു. ഇറക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മുടെ മനീഷ് മഹിപാൽ കക്കയിറച്ചിയൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അതെന്തായി എന്തോ ഒന്ന് ഷോ കണ്ടു. അവിടെ ഐസ്ക്രീം ഒക്കെ കിട്ടും. അങ്ങനെ അല്ല, ഞാൻ ഐസ്ക്രീമിന്റെ കാര്യം ഓർത്തപ്പോ പറഞ്ഞത്. കക്കയിറച്ചി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിച്ചിട്ടില്ല, അതാണ്. കുവൈറ്റിൽ നിന്ന് ലിജിൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ നമ്മുടെ കൂടെ ചേരാൻ വരുന്നുണ്ട്. ആ സ്ക്രീനിലേക്ക് എത്തുന്നു ലിജിൻ ഫ്രം കുവൈറ്റ്. ഹായ് ലിജിൻ. ഹായ് ലിജിൻ. ഹായ് ഹായ് ഹായ്. നാട്ടിൽ എവിടെയാണ് ലിജിൻ? നാട്ടിലെ തിരുവല്ല, പത്തനംതിട്ട തിരുവല്ല. ഓക്കെ. അവിടെ കുവൈറ്റിൽ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി, എത്ര നാളായി? കുവൈറ്റിൽ ഇപ്പോൾ എത്തിയിട്ട് 12 വർഷം കഴിഞ്ഞു. ഓ, അത്രയും ചെറിയ കാലയളവല്ല. ഒരു വ്യാഴവട്ടം അല്ലേ? ഈ കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായ ആ സ്ഥലം, അതിന്റെയൊക്കെ അവിടെയാണോ, ആ മേഖലയിലാണോ? അതിന്റെ അടുത്ത് തന്നെയാണ്, മംഗഫിൽ തന്നെയാണ് താമസിക്കുന്നത്. മംഗഫിലാണല്ലേ? ഓക്കെ. തൊട്ടടുത്ത് തന്നെയാണ്. അതിന്റെ ആ ഒരു നടുക്കമൊക്കെ ഇപ്പോഴും മലയാളികളുടെ ഇടയിൽ ഉണ്ടാവില്ല അവിടെ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനുശേഷം അതൊക്കെ റിക്കവർ ചെയ്ത് വരുന്നു. മലയാളി അസോസിയേഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ വളരെ ആക്റ്റീവായിട്ട് അതിൽ ഇടപെട്ടിരുന്നു തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. മലയാളി അസോസിയേഷനിലും അതുപോലെ ചർച്ചയ്ക്ക് ആണെങ്കിൽ തന്നെയാണ് നല്ലൊരു ആക്റ്റീവ് ആണ്. എല്ലാ രീതിയിലും ആൾക്കാർക്ക് വേണ്ട സഹകരണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ലിജിൻ ഏത് കമ്പനിയിലാണ്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ? ഞാനിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ IT മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ നാട്ടിലേക്കൊക്കെ വരാറുണ്ട്? വൈഫുണ്ട്. ഹായ് ഹായ്. വൈഫിന്റെ പേരെന്താ? 24ന്റെ ഞങ്ങള് സ്ഥിരം പ്രേക്ഷകരാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ 24 വെക്കാറുള്ളൂ. അത് തുടരണം, മാറ്റരുത്. താങ്ക് യു. എന്താ പേര് പറഞ്ഞില്ല? എന്റെ പേര് ജിറ്റു, ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം രണ്ടുപേരും വർക്കിംഗ് ആണ്. തിരക്ക് പിടിച്ച ലൈഫ് ആയിരിക്കും അല്ലേ? ഞങ്ങൾക്കൊരു മോളുണ്ട്. മോളുടെ പേര് ഇവ ഗ്രേസ്. ഇവക്ക് എത്ര വയസ്സായി? മോക്കിപ്പോ 5 വയസ്സ്. സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ല. എന്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ. അപ്പൊ എന്റെ നാട്ടിൽ നിന്ന് പേരൻസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പേരൻസ് അങ്ങോട്ട് പോയപ്പം മോൾക്കും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. നിങ്ങളന്ന് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. വീക്കെൻഡ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഇനി അടുത്ത തവണ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നേ? മാർച്ചിൽ വന്നതേ ഉള്ളൂ. 2 മാസം ആയതേ ഉള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മള് 24 എപ്പോഴും എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഷോ അതേതാ? അതിന് മിക്കപ്പോഴും ന്യൂസ് ചാനലായിരിക്കും. കൂടുതലായിട്ട് ന്യൂസ് ചാനൽ തന്നെയാണ്. പിന്നെ മോർണിംഗ് SK സാറിന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഒരുപാട് സന്തോഷം ലിജിൻ. ഒപ്പം തന്നെ വൈഫിന്റെ പേര് എന്തായിരുന്നു? എനിക്ക് പെട്ടെന്ന് മറന്നു. ജിറ്റു. അതെ. അപ്പൊ ജിറ്റു, ലിജിൻ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും 24 കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ ചെയ്യണം കേട്ടോ. ബൈ. താങ്ക് യു. സംസാരിക്കാൻ സാധിച്ചതും സന്തോഷം. ലിജിനും വൈഫും ആണ് കുവൈറ്റിൽ നിന്ന് സംസാരിച്ചത് അല്ലേ? അപ്പൊ നിങ്ങളും വിളിക്കുക വൈകാതെ. ഒരു പ്രേക്ഷകൻ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന്. നമുക്ക് ഒന്നുകൂടി QR കോഡ് കാണിച്ചു കൊടുക്കാം. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങളൊരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. അവിടെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് സാധാരണ വീഡിയോ കോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കോൾ ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ നല്ലൊരു സ്റ്റഡി ഫ്രെയിമൊക്കെ വെച്ച് നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, നേരെ ഫേസ്ബുക്കിലേക്ക് പോവുക, ഇൻസ്റ്റഗ്രാമിലേക്ക് പോവുക. അവിടെ 2 സ്ഥലത്ത് നമ്മുടെ 24ന്റെ പേജുണ്ട്. 24 ന്യൂസ്, 24 ഓൺലൈൻ എന്ന് പറയുന്ന പേജുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതേ QR കോഡ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം. ബിജു ജെയിംസ് എന്നുള്ള ഐഡിന്ന് ഒരു കമന്റ് വരുന്നുണ്ട്. ഹായ്, മൈ നെയിം ഇസ് ജോയാന. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ക്യാൻ യു വിഷ് മീ പ്ലീസ്? ജോയാന, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാൻ തോന്നുന്നു. പ്രസന്റ് കേരളത്തിലെ ആദ്യത്തേതെന്ന് കരുതുന്ന നരബലിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നടന്ന സ്ഥലം അതൊക്കെയാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇടുക്കിയിലെ പനംകുട്ടിയിലാണ് അങ്ങനെ ആദ്യത്തെ നരബലി നടന്നു എന്ന് കരുതപ്പെടുന്നത്. 1981 ഡിസംബർ 17 കൊന്നത്തടി പഞ്ചായത്ത് പനംകുട്ടിയിലായിരുന്നു ഈ സംഭവം. മുത്തിരുണ്ടയാർ തച്ചിലേത്ത് വർഗീസിന്റെ 3ാമത്തെ മകൾ സോഫിയായിരുന്നു ആദ്യ നരബലിയുടെ ഇര. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കഥയാണ് പനംകുട്ടിക്ക് പറയാനുള്ളത്. പേടിപ്പെടുത്തുന്ന ചോരയുടെ മണമുള്ള നരബലിയുടെ കഥ.
ഈറ്റവെട്ടി കുട്ടയും പായുമൊക്കെ നെയ്തുണ്ടാക്കുന്ന ജോലിയിലേർപ്പെട്ടിരുന്ന മോഹനൻ എന്നയാളെ ഈറ്റവെട്ട് ജോലിക്കിടയിൽ വെച്ചാണ് സോഫിയ എന്ന പെൺകുട്ടി പരിചയപ്പെടുന്നതും പ്രണയത്തിലായതും. മോഹനന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയിരുന്നു. അടുപ്പത്തിലായ മോഹനനും സോഫിയയും പിന്നീട് പനംകുട്ടിയിൽ ഒരുമിച്ച് താമസം ആരംഭിച്ചു. അന്ന് വന്ന മന്ത്രവാദി പറഞ്ഞത് അവിടെ ഒരു നരബലി നടത്തിയാൽ കോടികൾ കിട്ടുമെന്നാണ് ഈ മന്ത്രവാദി ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അപ്പോൾ ഇവരെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിനെ ബലി കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന വിശ്വാസത്തിലാണ് സോഫിയ എന്ന പെൺകുട്ടിയെ നരബലിക്കിരയാക്കിയത്. 17-കാരിയായ സോഫിയയെ മന്ത്രവാദിയുടെ നിർദ്ദേശമനുസരിച്ച് ബെഞ്ചിനു മുകളിൽ അർദ്ധനഗ്നയായി വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് പൂജ നടത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. മോഹനന്റെ അനുജനായ ഉണ്ണി സോഫിയയെ മൂർച്ചയുള്ള ശൂലം കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെയാണ് അവിടെ പൂജയും മന്ത്രങ്ങളും ഒക്കെ നടത്തി ഈ പെണ്ണിനെ ശൂലത്തിന് കുത്തി കൊന്ന് അവരുടെ വീടിൻ്റെ നടുമുറിയിൽ കുഴിച്ചിട്ടത്. മുരിക്കാശ്ശേരി പോലീസ് അന്ന് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. ആ മുറി ഞങ്ങളും കൂടി പറയുക, ആ മുറിയുടെ അടി ആ നടുവശത്തെ മുറി മാന്താന്നാണ് തീരുമാനിച്ചു. മണ്ണിളകി കിടക്കുമായിരുന്നു. മോഹനൻ പിതാവ് കറുപ്പൻ, അമ്മ രാധ, മോഹനന്റെ സഹോദരന്മാരായ ഉണ്ണി, ബാബു, മന്ത്രവാദി കാലടി മാണിക്യമംഗലം ഭാസ്കരൻ എന്നിവർ ചേർന്നാണ് കൃത്യം നടത്തിയത്. സോഫിയയെ കാണാതായതോടെ പോലീസ് നടത്തിയ അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പ്രധാന പ്രതിയായ ഉണ്ണി ജയിലിൽ വെച്ച് മരിച്ചു. 24 ഇടുക്കി. യെസ്, അപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ പോകുന്നു. അതങ്ങ് ഹരിപ്പാട് നിന്നാണ്. 2 കോളേഴ്സ് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഹരിപ്പാട് നിന്ന് വരുന്നു ഷിഹാബ്. ഷിഹാബ്, ഹായ്. ഹലോ ഷിഹാബ്, ആലപ്പുഴക്കാരൻ. പറയൂ, ഹരിപ്പാട് എന്തുണ്ട് വിശേഷം? സുഖം. എല്ലാവർക്കും സുഖമാണോ? രണ്ടുപേർക്കും രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ ഷിഹാബ്? കഴിച്ചു. എന്ത് കഴിച്ചു? ദിവസം വിളിക്കാറുണ്ട്, ഇപ്പോഴാണ് ലൈൻ കിട്ടിയത്. കിട്ടിയല്ലോ അല്ലേ? കിട്ടുന്നത്. എന്ത് കഴിച്ചു എന്ന് പറഞ്ഞില്ല ഷിഹാബ്? ചോറുണ്ടോ? എന്തായിരുന്നു കറി? കഴിച്ചോ? സ്പെഷ്യൽ ഉണ്ടായിരുന്നോ? ഞങ്ങള് കഴിച്ചു. ചപ്പാത്തിയാണ് നമ്മൾ കഴിച്ചത്. ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, മോനുണ്ട്, അനിയനുണ്ട്, വൈഫുണ്ട്. വലിയൊരു ഫാമിലിയാണ്. വലിയ കുടുംബമാണ് അല്ലേ? ഷിഹാബ് എന്താ ചെയ്യുന്നത്? അത് പറഞ്ഞില്ല. ഞാൻ ഷോപ്പിൽ സെയിൽസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. ഇന്ന് പോയിരുന്നോ ഷോപ്പില്? കഴിഞ്ഞു. ഓക്കെ. നാളെയും പോണല്ലോ അല്ലേ? എന്നും പോണം. നിങ്ങളുടെ പ്രോഗ്രാം കാത്തിരിക്കുന്നു. ആഹാ, താങ്ക് യു. അപ്പൊ എല്ലാ ദിവസവും കാണണം കേട്ടോ, മുടങ്ങാതെ. എല്ലാ ദിവസവും കാണണം, അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും ഷിഹാബിന് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ നമ്മുടെ പ്രോഗ്രാമിലോട്ടോ, നമ്മുടെ ഷോയിലോട്ടോ, അല്ലെങ്കിൽ 24ലോട്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പ്രതിദിനം എല്ലാം 24 ഫ്ലവേഴ്സ് എല്ലാം നല്ല പ്രോഗ്രാമാണ് പൊതുവെ. ഓക്കെ. അപ്പൊ ഈ സപ്പോർട്ട് എന്തുണ്ടാവുക ഷിഹാബ്? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എല്ലാവരോടും അന്വേഷണം പറയൂ. താങ്ക് യു. അപ്പൊ ഇനിയും ഈ സപ്പോർട്ട് തുടരണം. യെസ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന്, നേരത്തെ നമ്മുടെ ഷാജി പൊയ്കയിൽ പറയുന്ന ഒരു പാട്ടുണ്ട്, കുറേ ദിവസമായിട്ട് പറയുന്നു, ഈ പാട്ട് ഒന്ന് പാടൂ, ഈ അഴലിന്റെ ആഴങ്ങളിൽ. അത് ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ അറിയുന്നൊരു പാട്ടല്ലെങ്കിൽ ട്രൈ ചെയ്യാം. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി, ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചീതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ, അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അടിപൊളി അടിപൊളി. നിഖിൽ മാത്യു പാടിയ പാട്ടാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അതിപ്പോഴും ഉണ്ട്. എനിക്ക് അയാളും ഞാനും തമ്മിൽ. അതെ അതെ, ആ സിനിമയിലെ പാട്ടാണ്. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മളൊരു കോർണറിലേക്ക് പോകുന്നു. ഒരു പ്രേക്ഷക വന്നിട്ടുണ്ട് സൂം വഴി നമ്മുടെ സ്ക്രീനിലേക്ക്. മറീന ഫ്രം സൗദി അറേബ്യ. ഹായ് മറീന. ഹലോ മറീന, സൗദിയിൽ എവിടെയാണ്? ദമാമിലാണ്. ആരുണ്ട് കൂടെ? ഹസ്ബൻഡ് ഉണ്ട്, തോമസ് ആൻഡ് മറീന. രണ്ടുപേരും സുഖായിരിക്കുന്നോ? രണ്ടുപേരും സുഖായിരിക്കുന്നു. നിങ്ങളുടെ ഷോ കാണാറുണ്ട്. എന്നിട്ട് എന്താണ് അഭിപ്രായം? വിളിക്കുമ്പോൾ കരുതുന്നത് എങ്ങനെയുണ്ട് ഷോ?
സൂപ്പറാണ് രണ്ടുപേരും നല്ലതാണ്. പാട്ട് സൂപ്പറാണ്. പ്രവിതയുടെ ചുമ എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? ചുമ ഞാൻ ഇപ്പോഴും ഇവിടെ ഇടക്കിടക്ക് ചുമച്ചോണ്ടാണ് നിൽക്കുന്നത്. ചുമ മാറാൻ പാടാണ്, അത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു അവിടെ മെറീന? ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്. രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ലല്ല, 2 ഹോസ്പിറ്റലാണ്. ഞാൻ ആറാംകോയിലാണ്. ആറാംകോയിലാണോ? ന്യൂസ് ചാനൽ ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? ന്യൂസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ രീതി? എല്ലാ ദിവസവും 5:30 മണിക്ക് ന്യൂസ് വെക്കും. ഇവിടുത്തെ 5:30 ശ്രീകണ്ഠനാരായണ സാറിനെ കണ്ടോണ്ടാണ് തുടങ്ങുന്നത് എന്റെ ദിവസം. ഇവിടെ നാട്ടിൽ മാത്രമല്ല, അങ്ങ് സൗദിയിലൊക്കെ SKN ഷോ ആണ് അല്ലെ നിങ്ങളുടെ തുടക്കം? പല ഷിഫ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. കണ്ടോണ്ടാണ് തുടക്കം. ആ ഒരു എനർജി ഒരു ഫുൾ ഡേ ഉണ്ടാവാറില്ലേ? നമുക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ, അതാണ് ചോദിച്ചത്. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും തുടർന്ന് നമ്മുടെ 24ന്റെ പ്രേക്ഷകരായി തന്നെ ഉണ്ടാകും എന്നറിയാം. ഇനിയും അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു മെറീന. സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ് മെറീന വിളിച്ചത്. റിപ്പോർട്ടിലേക്ക് പോവാം. അതെ, ഇപ്പോഴാണ് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് വന്നത്. ഇത്തവണത്തെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മിന്നും ജയം. ആലപ്പുഴ സ്വദേശി P ദേവാനന്ദനാണ് 1ാം റാങ്ക്. ആദ്യ 8 റാങ്കുകളിൽ 7 ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം പുറത്തുവന്നപ്പോൾ 14 ജില്ലകളിൽ 13 ഒന്നാമതെത്തിയത് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ വിദ്യാർത്ഥിയായ ആലപ്പുഴ സ്വദേശി P ദേവാനന്ദന് 1ാം റാങ്ക്. മലപ്പുറം സ്വദേശി ഹാഫിസ് റഹ്മാൻ എലിക്കോട്ടിലാണ് 2ാം റാങ്ക് കരസ്ഥമാക്കിയത്. പത്തനംതിട്ട സ്വദേശി അലൻ ജോണി അനിലിന് 3ാം റാങ്കും കോട്ടയം വൈക്കം സ്വദേശി ജോർഡൻ ജോയിക്ക് 4ാം റാങ്കും. തിരുവനന്തപുരം സ്വദേശി അതുൽ PT 6ാമതും കണ്ണൂർ സ്വദേശി സൗരവ് ശ്രീനാഥ് 7ാമതുമെത്തി. തിരുവനന്തപുരം സ്വദേശിയായ പ്രത്യുഷ് P ആണ് 8ാം റാങ്ക് സ്വന്തമാക്കിയത്. SC വിഭാഗത്തിൽ ബ്രില്യന്റിലെ ധ്രുവ് സുമേഷും ST വിഭാഗത്തിൽ അഭിജിത് ലാലും 1ാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യ 50 റാങ്കിൽ ബ്രില്യന്റിലെ 38 വിദ്യാർത്ഥികളും ആദ്യ 100 റാങ്കിൽ 77 പേരും ആദ്യ 500 റാങ്കിനുള്ളിൽ 330-ലധികം വിദ്യാർത്ഥികളും ഇടം നേടി. ഇതോടെ ഈ വർഷത്തെ നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്, ഐസർ, കീം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന പരീക്ഷകളിലും ദേശീയതലത്തിലും സംസ്ഥാനത്തും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ വിജയത്തിന്റെ മറുപേരായി മാറിയിരിക്കുന്നു. 24 കോട്ടയം. പെട്ടെന്ന് പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിയ പറയുന്നു, ഹായ് ഞാൻ കുവൈറ്റിൽ നിന്നാണ്, പിന്നെയും ഹായ് എന്ന് പറയുന്നു. അപ്പൊ അമിന പറയുന്നുണ്ട്, നാട്ടിലുള്ളവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സൗദി ദുബായിലൊക്കെ ഉള്ളവർ വിളിക്കുമ്പോൾ കണക്ട് ആകുന്നത്. എനിക്ക് തോന്നുന്നു കണക്ടിവിറ്റിയുടെ സ്പീഡിന്റെ കൂടെ വ്യത്യാസം കാണുമായിരിക്കും, അതുകൊണ്ടാണ്. ഒരു രക്ഷയുമില്ല, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഉറക്കം വെറുതെ കളഞ്ഞു. പ്രജിൻ പ്രവിത ഗുഡ് നൈറ്റ്. അങ്ങനെ പറയരുത്, എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജ് കാണുന്നുണ്ട്, അപ്പോൾ ഒരു ടൈം കിട്ടണ്ടേ? അപ്പം വായിച്ചിരിക്കുന്നു. ബാസി ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. പിന്നെ മെസ്സേജ് വായന കുറയുന്നു എന്നുള്ള പരാതി തന്നെ പങ്കുവയ്ക്കുകയാണ് റീന സതീശനും. കൺമണി എന്ന പാട്ട് പാടിത്തരുമോ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ലക്ഷ്മി, നമുക്ക് അടുത്ത ദിവസം അത് പാടിത്തരാട്ടോ. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മുടെ ഷോ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു നൈറ്റ് ലൈഫ് സ്റ്റോറിയിലേക്ക് പോകണം. അത് മറ്റെവിടത്തെയുമല്ല, കൊച്ചിയിലെ നൈറ്റ് ലൈഫ് പൊളിയാണെന്ന് പറയുമ്പോൾ ഒരു വശത്ത് സജീവമായ അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് നടക്കുമ്പോൾ മറുഭാഗത്ത് ആളൊഴിഞ്ഞൊരു കൊച്ചുകൂടിയുണ്ട്. ആ കാഴ്ച കൂടി കാണണ്ടേ? അതെ, പകൽ നേരങ്ങളിൽ ആളൊഴിയാത്ത ഇടങ്ങളാണ് രാത്രി വിജനമാകുന്നത്. അതേസമയം പുത്തൻ ഹിഡൻ സ്പോട്ടുകളിൽ രാത്രി ജീവിതം വൈബാക്കുകയാണ് യുവതലമുറ. കൊച്ചിയുടെ നൈറ്റ് ലൈഫ് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായക്കടകൾ കൊച്ചിയിൽ പലയിടങ്ങളിലും മുളച്ചു പൊന്തുന്നുണ്ട്. അവിടേക്കെല്ലാം ഒരുപാട് ആളുകളും എത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് ഇടങ്ങളുമുണ്ട് കൊച്ചിയിൽ. അതായത് പകൽ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും രാത്രിയാകുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ലാതെയുമാകുന്ന ഇടങ്ങൾ. അവിടേക്കാണ് നമ്മൾ ഈ രാത്രി പോകുന്നത്. പാർക്ക് അവന്യൂ റോഡാണിത്. പകൽ നേരങ്ങളിൽ ഇവിടുത്തെ തിരക്ക് കൊച്ചിയിൽ ഒരു തവണയെങ്കിലും വന്നവർക്കറിയാം. 2 പാർക്കുകൾ, കണയന്നൂർ താലൂക്ക് ഓഫീസ്, ജില്ലാ കോടതി സമുച്ചയം, റവന്യൂ ടവർ, മഹാരാജാസ് കോളേജ് ഉൾപ്പെടെ 3 കോളേജുകൾ. അങ്ങനെ നീളുന്നു പാർക്ക് അവന്യൂ റോഡിലെ സുപ്രധാന ഇടങ്ങൾ.
എന്നാൽ രാത്രി 9 മണിയാകുമ്പോഴേക്ക് മെട്രോ നഗരത്തിലെ പ്രധാന ഇടം വിജനമാകും. നൈറ്റ് ലൈഫ് സോണാക്കാൻ കൊച്ചി കോർപ്പറേഷൻ പദ്ധതിയിട്ട പ്രദേശം കൂടിയായിരുന്നു ഇത്. പദ്ധതി കടലാസിൽ ഒതുങ്ങി. ഇനി കലൂരിലേക്കാണ്. പകലും രാത്രിയും ഒരേ തിരക്കാണ് കലൂരിൽ, പ്രത്യേകിച്ച് സ്റ്റേഡിയം റോഡിൽ. കുടുംബങ്ങളും കമിതാക്കളും സൗഹൃദ കൂട്ടായ്മകളുമൊക്കെ ഒരുപോലെ എത്തുന്ന ഇടം. അവിടെ നിന്ന് ക്യൂൻസ് വാക്വേയിലേക്ക് എത്തിയാൽ പണ്ടത്തെ തിരക്കൊന്നുമില്ല. കുടുംബമായി എത്തുന്നവർ പൊതുവെ കുറഞ്ഞു. പ്രണയം പൂക്കുന്ന രാത്രി നേരങ്ങളാണ് ക്യൂൻസ് വേയുടെ ഇന്നത്തെ സൗന്ദര്യം. കൊച്ചിയിലെ മറ്റ് സ്ഥലങ്ങളിലെയും കാഴ്ചകൾ വ്യത്യസ്തമല്ല. റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ നഗരം നേരത്തെ ഉറങ്ങിയതായി തോന്നും. എന്നാൽ അങ്ങനെയല്ല. ഹിഡൻ സ്പോട്ടുകളിലാണ് കൊച്ചിയുടെ ഇന്നത്തെ നൈറ്റ് ലൈഫ് ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൊച്ചിയിലെ രാത്രികാല കാഴ്ചകൾ. നൈറ്റ് ലൈഫ് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ കൂടി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിയിലെ പോലീസ്. കൊച്ചി നഗരത്തിൽ നിന്നും നിഖിൽ നെഹ്ലക്കൊപ്പം അശ്വിൻ പാലാഴി, 24. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനിയും നാളെയും ഒക്കെ പ്രേക്ഷകരുടെ ഈ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം 10:30 കാണാം. അപ്പൊ ഇന്ന് നല്ലൊരു രാത്രി നേരുന്നു. ശുഭരാത്രി. നന്നായി ഉറങ്ങുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.